വധു ബോഡി ബിൽഡർ ആയാൽ എന്തായിരിക്കും സംഭവിക്കുക? പട്ടുസാരി ഉടുത്ത് ആഭരണങ്ങൾ അറിഞ്ഞ് മസിൽ പെരുപ്പിച്ച് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് കർണാടകയിൽ നിന്നുള്ള ഒരു ഫിറ്റ്നസ് ട്രെയിനർ. KB ശ്രീധരനാണ് നമ്മുടെ കൂടെയുള്ളത് ബംഗളൂരുവിൽ നിന്നും. ശ്രീധര, ഇതിപ്പോൾ ബോഡി ബിൽഡർ ആണ് എന്ന് വെച്ച് കല്യാണത്തിന് ഇങ്ങനെയൊക്കെ വേണോ എന്ന് ചോദിച്ച ഒരുപാട് ആൾക്കാരുണ്ടാകും. സ്വാഭാവികമാണ്, നാട് അങ്ങനെയാണ്. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും ചോദിക്കാൻ തോന്നില്ല. നല്ല അടിപൊളിയല്ലേ? പുള്ളിക്കാരിക്ക് അതാണ് ഇഷ്ടം, അവരുടെ ആ ഒരു പാഷൻ അതാണ്. അങ്ങനെ തന്നെ കല്യാണത്തിന് ഒരുങ്ങിയാൽ എന്താണ് പ്രശ്നം? തീർച്ചയായിട്ടും ഇതൊരു പൂജ, നമ്മൾ ഈ പൊതുവിലൊരു പുരുഷന്മാരുടെ ഒരു മേഖലയാണ് ഈ ബോഡി ബിൽഡിംഗ് എന്നൊക്കെയുള്ള ഒരു ധാരണ പൊതുവിലുണ്ട്. ഏതായാലും അതൊക്കെ തിരുത്തി കുറിക്കുകയാണ് ചിത്ര പുരുഷോത്തം എന്നുള്ള ഈ സ്ത്രീ. വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. നിരവധി പുരസ്കാരങ്ങളൊക്കെ നേടിയിട്ടുള്ള ആളാണ്. മിസ് സൗത്ത് ഇന്ത്യ ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ആൾ കൂടിയാണ് ഈ ചിത്ര പുരുഷോത്തം. ഏതായാലും ഇവരുടെ വിവാഹം വന്നു. ഇത്രയും കാലം ജീവിതത്തോടൊപ്പം ഉള്ള ഈ ഒരു ബോഡി ബിൽഡിങ്ങിനെ ആ വിവാഹ ദിനത്തിൽ കൈവിടാൻ അവർ തയ്യാറായില്ല. നമ്മൾ ഈ പല വിവാഹ ഫോട്ടോഷൂട്ടുകളൊക്കെ കണ്ടിട്ടുണ്ട്. വരനും വധുവൊക്കെ പല പോസുകളിലൊക്കെ നിന്ന് അഭിനയിച്ച് പല വീഡിയോകളൊക്കെ ചിത്രീകരിക്കും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇവർക്ക് എന്താണോ ഇഷ്ടമുള്ളത്, അവരുടെ ആ പാഷൻ എന്തിലാണോ ആ പാഷൻ മുഴുവനായിട്ട് ഈ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. മസിലൊക്കെ പെരുപ്പിച്ച് നമ്മൾ ഈ ഒരു പെൺകുട്ടി ഇങ്ങനെയൊക്കെ കാണിക്കും എന്ന്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ ചെയ്യുമെന്നോ, അല്ലെങ്കിൽ ബോഡി ബിൽഡിംഗ് ഇത്രയധികം ഉയരങ്ങളിൽ എത്തുന്നതെന്ന് നമ്മൾ ആരും അങ്ങനെ കരുതില്ല. പക്ഷേ ചിത്ര പുരുഷോത്തം കർണാടകയിൽ വളരെ കാലമായി അറിയപ്പെടുന്ന ഒരു ബോഡി ബിൽഡർ കൂടിയാണ്. ഏതായാലും അവർ ആ വിവാഹ ദിനത്തിൽ പരമ്പരാഗതമായിട്ടുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ അണിഞ്ഞ് അതോടൊപ്പം തന്നെ ഈ ബോഡി ബിൽഡിംഗ് അതെന്താണ് എന്നുകൂടി കാണിച്ചു തന്നുകൊണ്ട് അവരുടെ ആ മേഖല അതുകൂടി ആ വിവാഹ ദിനത്തിൽ കൊണ്ടുവരാനുള്ള ഒരു കാര്യമാണ് ചെയ്തത്. ഇവരുടെ ഭർത്താവ് കിരൺ രാജ് ഏതായാലും ഇതിന് പൂർണ്ണ സപ്പോർട്ടായിട്ടൊക്കെ ഉണ്ടായി. കാഞ്ചീപുരം സാരി അണിഞ്ഞിട്ടുള്ള ഒരു ബോഡി ബിൽഡർ എന്നൊക്കെ പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ ഈ വീഡിയോ എല്ലാം തരംഗമാണ്. പൂജ പറഞ്ഞ പോലെ തന്നെ ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ, എന്ത് കാര്യം ഒരാൾ അവരുടെ ഇഷ്ടത്തിന് ചെയ്താലും അതിനെ വിമർശിക്കാൻ ഒരുപാട് ആളുകളൊക്കെ ഉണ്ടാവും. ഏത് നാട്ടിലും ഉണ്ട്, നമ്മുടെ നാട്ടിൽ മാത്രമല്ല. ഏതായാലും ഇതിനെയും പ്രതികൂലിച്ച ആളുകൾ വന്നിട്ടുണ്ട്. പക്ഷേ അവരോടൊക്കെ പോയി പണിയൊക്കാൻ പറയുക തന്നെയാണ് ചിത്ര പുരുഷോത്തം. പ്രത്യേകിച്ച് ഇത് എൻ്റെ ഇഷ്ടമാണ്, തൻ്റെ ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് വിവാഹം എന്നുള്ളത്. അന്ന് എങ്ങനെ അണിഞ്ഞൊരുങ്ങണം, എങ്ങനെ നടക്കണം, എന്ത് ചെയ്യണം എന്ന് നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് എന്നുള്ള മറുപടിയാണ് ചിത്ര പുരുഷോത്തമൊക്കെ നൽകുന്നത്. ഏതായാലും ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്ത് വലിയ താമസമില്ലാതെ തന്നെ വൈറലാകുന്ന രീതിയിലേക്കൊക്കെ പോയിട്ടുണ്ട്. ശരി ശരി ശ്രീധരൻ, ഏതായാലും ഈ പറഞ്ഞതുപോലെ ഒരു സ്പെഷ്യൽ വിവാഹ വീഡിയോ ആണ് എന്ന് എന്നെ സംബന്ധിച്ച് പറയേണ്ടി വരും. കുറ്റങ്ങളും കുറവുകളും ഒന്നും എൻ്റെ കണ്ണിലൂടെ കാണാൻ പറ്റുന്നുമില്ല. എന്തായാലും ഒരു ഇൻസ്പിറേഷൻ ഒക്കെ തരുന്നുണ്ട് ആർക്കൊക്കെയോ. ബോഡി ബിൽഡറാണ്, സ്ത്രീയാണ്, അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഇഷ്ടമല്ലേ, അത് നമ്മൾ സാധിക്കുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ശരി ശ്രീധര.